പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഹലോ സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 7, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജൈഡിസ് കറണ്ട് അഫേഴ്സ്. ഏതൊരു വിഷയത്തിലും നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അതിലൊരു കോൺഫിഡൻസ് ലഭിക്കുകയുള്ളൂ. നമ്മുടെ സ്ഥിരമായിട്ടുള്ള പ്രാക്ടീസ് ആണ് നമ്മുടെ വിജയത്തിലേക്കുള്ള ഒരു യാത്ര. അതുകൊണ്ട് സമയം കണ്ടെത്തിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കൂ. നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. ജൈഡിസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് നമുക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ISRO അൺവീൽസ് അഡ്വാൻസ്ഡ് ഫീസ്റ്റ് 2025 സോഫ്റ്റ്വെയർ. ISRO നൂതനമായ ഫെസ്റ്റ് 2025 സോഫ്റ്റ്വെയർ പുറത്തിറക്കി. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ പേരാണ് ഫീസ്റ്റ്. എന്താണ് ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ? നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് സ്ഥാപനമാണ് അവരുടെ ഘടനാ വിശകലന സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും പുതിയ പതിപ്പായ ഫൈനൈറ്റ് എലിമെൻറ്റ് അനാലിസിസ് ഓഫ് സ്ട്രക്ചർ ഫീസ്റ്റ് 2025 അവതരിപ്പിച്ചത്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പുറത്തിറക്കി. ആ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ഫീസ്റ്റ്. ഫീസ്റ്റ് എന്നാൽ ഫൈനൈറ്റ് എലിമെൻറ്റ് അനാലിസിസ് ഓഫ് സ്ട്രക്ചർ എന്നാണ്. അതായത് ഒരു സ്ട്രക്ചറൽ അനാലിസിസിനെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള സ്ട്രക്ചർ അനാലിസിസ് സോഫ്റ്റ്വെയർ ആണിത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൊരു പാലം പണിയുന്നതിന് മുമ്പ് തന്നെ ആ പാലത്തിൻ്റെ ഘടന, പാലത്തിൻ്റെ ശക്തി, എത്ര അതിന് താങ്ങാൻ സാധിക്കും ആ പാലത്തിന്, ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. അതിനെ പറയുന്ന ഒന്നാണ് സ്ട്രക്ചർ അനാലിസിസ്. അതേപോലെ തന്നെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ഓരോ കമ്പോണൻസ്, ഓരോ ഐറ്റംസ് നിർമ്മിക്കുമ്പോൾ ആ ഒരു ഐറ്റംസിനെ ഏതൊരു അന്തരീക്ഷത്തിലും എത്രത്തോളം താങ്ങാൻ സാധിക്കും എന്ന രീതിയിലുള്ള ആ ഒരു ഘടന അനാലിസിസിനെ, ആ ഒരു സ്ട്രക്ചറൽ അനാലിസിസിനെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഫീസ്റ്റ്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിട്ടുള്ളത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ്. ISRO ഫൈനൈറ്റ് എലിമെൻറ്റ് അനാലിസിസ് ഓഫ് സ്ട്രക്ചർ ഫീസ്റ്റ് 2025 സോഫ്റ്റ്വെയർ എവിടെയാണ് പുറത്തിറക്കിയത്? IIT ഹൈദരാബാദ്. IIT ഹൈദരാബാദിൽ വെച്ചാണ് ഫീസ്റ്റ് എന്ന ഈ സോഫ്റ്റ്വെയർ പുറത്തിറക്കിയിട്ടുള്ളത്. 8ാമത്തെ നാഷണൽ ഫൈനൈറ്റ് എലിമെൻറ്റ് ഡെവലപ്പേഴ്സ് മീറ്റ് ഇത് നടന്നിട്ടുള്ളത് IIT ഹൈദരാബാദിലാണ്. ഇവിടെ വെച്ചാണ് ISRO ഫീസ്റ്റ് എന്ന ഫൈനൈറ്റ് എലിമെൻറ്റ് അനാലിസിസ് ഓഫ് സ്ട്രക്ചർ എന്ന ഈ സോഫ്റ്റ്വെയർ പുറത്തിറക്കിയിട്ടുള്ളത്. ഫൈനൈറ്റ് എലിമെൻറ്റ് അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സ് ഫീസ്റ്റിൻ്റെ ലക്ഷ്യം എന്താണ്? വിവിധ ശക്തികളും സാഹചര്യങ്ങളും ഘടനാ വിശകലനം. സ്ട്രക്ചർ അനാലിസിസ് അണ്ടർ വേരിയസ് ഫോഴ്സ് ആൻഡ് കണ്ടീഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഏതൊരു അന്തരീക്ഷത്തിലും അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റി, ആ ക്വാളിറ്റി ചെക്ക് ആണ് ഫൈനൈറ്റ് എലിമെൻറ്റ് അനാലിസിസ് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രധാന ലക്ഷ്യം. ISROയുടെ ഫൈനൈറ്റ് എലിമെൻറ്റ് അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സ് ഏത് ദൗത്യത്തിലാണ് ഉപയോഗിക്കുന്നത്? ഗഗൻയാൻ, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, NGLV. NGLV എന്നാൽ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ. അപ്പോൾ ഗഗൻയാൻ മിഷൻ അല്ലെങ്കിൽ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, അതായത് ഇന്ത്യയുടെ അടുത്തൊരു ലക്ഷ്യമാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ പോലെ തന്നെ ബഹിരാകാശത്ത് ഇന്ത്യയുടെ ഒരു സ്റ്റേഷൻ അത് രൂപീകരിക്കുക. ആ ഒരു ലക്ഷ്യം, അതിന് നൽകിയിട്ടുള്ള പേരാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേഷൻ. ഇവിടെയും അതുപോലെ തന്നെ NGLV, നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ, ഇവിടെയെല്ലാം ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഫീസ്റ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഇതിൻ്റെ 4000 ലൈസൻസ് ആണ് ISRO പുറത്തിറക്കിയിട്ടുള്ളത്. സ്റ്റുഡൻസിന്, റിസർച്ച്, അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഫീസ്റ്റ്. വിൻഡോസിലും അതുപോലെ തന്നെ ലിനക്സിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഫീസ്റ്റ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് കേരള ഫൈനാൻസ് മിനിസ്റ്റർ ടു പ്രസന്റ് സ്റ്റേറ്റ് ബഡ്ജറ്റ് ഓൺ 7 ഫെബ്രുവരി 2024. കേരള ധനമന്ത്രി 2024 ഫെബ്രുവരി 7 സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിക്കും. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025-26 കേരള സംസ്ഥാന ബഡ്ജറ്റ് 2025 ഫെബ്രുവരി 7 ആരാണ് അവതരിപ്പിക്കുക? KN ബാലഗോപാലൻ. ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയാണ് KN ബാലഗോപാൽ. ഇദ്ദേഹമാണ് ഫെബ്രുവരി 7, അതായത് ഇന്ന് കേരളത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. 2025-26 കേരള സ്റ്റേറ്റിൻ്റെ ബഡ്ജറ്റ് ആണ് ഇന്ന് KN ബാലഗോപാലൻ, ഇപ്പോഴത്തെ ഫൈനാൻസ് മിനിസ്റ്റർ, അവതരിപ്പിക്കാൻ പോകുന്നത്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രി തോമസ് ഐസക്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച മന്ത്രി എന്ന് പറയുമ്പോൾ അത് തോമസ് ഐസക് ആണ്. ആ ഒരു റെക്കോർഡ് കൂടാതെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. അതായത്
ബഡ്ജറ്റിന്റെ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി എന്ന് പറയുമ്പോൾ അത് തോമസ് ഐസക് ആണ്. 3 മണിക്കൂറും 17 മിനിറ്റ് ആണ് ഇപ്പോഴത്തെ റെക്കോർഡ്. കേരള നിയമസഭയിൽ കെ എം മാണി എത്ര തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചു? 9 തവണ. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനപ്പെട്ട 2 വ്യക്തികൾ എന്ന് പറയുമ്പോൾ അത് കെ എം മാണി, തോമസ് ഐസക് ആണ്. CPM പാർട്ടിയിലെ അംഗമായിട്ടുള്ള തോമസ് ഐസക് 12 പ്രാവശ്യമാണ് സ്റ്റേറ്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. കെ എം മാണിയാണെങ്കിൽ 9 തവണയാണ് സ്റ്റേറ്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ നിലവിലെ നിയമസഭ ഏതാണ്? 15ാമത്തെ അസംബ്ലി. ഇന്നിപ്പോൾ കേരളത്തിൽ 15ാമത്തെ അസംബ്ലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഫെബ്രുവരി 7 ഫിനാൻസ് മിനിസ്റ്റർ KN ബാലഗോപാലൻ രാവിലെ ബഡ്ജറ്റ് അവതരണം ആരംഭിക്കുകയാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ആർ ഹേലി സ്മാരക കർഷക ശ്രേഷ്ഠ അവാർഡ് ഫോർ രാമങ്കേരി ഫാർമർ. രാമങ്കേരിയിലെ കർഷകന് ആർ ഹേലി സ്മാരക കർഷക ശ്രേഷ്ഠ അവാർഡ്. കേരളത്തിലെ കൃഷിയെ ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആലപ്പുഴ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ ആർ ഹേലി സ്മാരക കർഷക ശ്രേഷ്ഠ അവാർഡിനെ ആരെയാണ് തിരഞ്ഞെടുത്തത്? ജോസഫ് കോറ. ആലപ്പുഴ ഡിസ്ട്രിക്ട് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു അവാർഡ് ആണ് ആർ ഹേലി സ്മാരക കർഷക ശ്രേഷ്ഠ അവാർഡ്. ഇത് ഇപ്രാവശ്യം ലഭിച്ചിട്ടുള്ളത് ജോസഫ് കോറയാണ്. കേരളത്തിലെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ ആരായിരുന്നു? ആർ ഹേലി. ആർ ഹേലിയാണ് കേരളത്തിലെ ആദ്യത്തെ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് കേരളയുടെ. കേരള സർക്കാരിൻ്റെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് കേരള അതിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ ആയിരുന്നു ആർ ഹേലി. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ആലപ്പുഴ ഡിസ്ട്രിക്ട് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആർ ഹേലി സ്മാരക കർഷക ശ്രേഷ്ഠ എന്ന അവാർഡ് ഇത് ലഭിച്ചിട്ടുള്ളത് ജോസഫ് കോറയ്ക്കാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക നൽകുന്ന ഏറ്റവും ഉയർന്ന കർഷക അവാർഡ് ഏതാണ്? കർഷകോത്തമ അവാർഡ്. കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് കർഷക അവാർഡ് ആണ് കർഷകോത്തമ അവാർഡ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ട്രംപ് വിഡ്രോസ് US ഫ്രം UN ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ. UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് ട്രംപ് US പിൻവലിച്ചു. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. മിക്കവാറും എല്ലാ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്. ട്രംപിന്റെ യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അദ്ദേഹം US പിൻവലിച്ച കാര്യം. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 4 UN മനുഷ്യാവകാശ സംഘടനയിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ്. അതായത് യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അതിൽ നിന്ന് പിൻവാങ്ങുക എന്നത്. UN ജനറൽ അസംബ്ലിയിലെ 193 രാജ്യങ്ങളിൽ 47 മെമ്പേഴ്സ് ആണ് UN ഹ്യൂമൻ റൈറ്റ് കൗൺസിലുള്ളത്. ഇതിൽ നിന്നാണ് ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പിൻവാങ്ങിയിട്ടുള്ളത്. ഏതു വർഷം മുതൽ പാലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിക്ക് US ധനസഹായം നൽകുന്നത് നിർത്തി? 2024. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോയ് ബൈഡൻ അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് യുണൈറ്റഡ് നേഷൻ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പാലസ്തീൻ റെഫ്യൂജി UNRWA ഇതിലേക്കുള്ള സഹായം നിർത്തലാക്കുമെന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപും അദ്ദേഹം ഈ ഒരു തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. യുണൈറ്റഡ് നേഷൻ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പാലസ്തീൻ റെഫ്യൂജി ഇവർക്കുള്ള ധനസഹായം നിർത്തലാക്കുക എന്നത് ഏതാണ്ട് 30% ഫണ്ട് US ആണ് നൽകിയിരുന്നത്. ഏതു വർഷത്തിലാണ് പാലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസി രൂപീകരിച്ചത്? 8 ഡിസംബർ 1949. 1949 ഡിസംബർ 8 യുണൈറ്റഡ് നേഷൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ പാലസ്തീൻ റെഫ്യൂജി ഫോം ചെയ്തിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ യുണൈറ്റഡ് നേഷന്റെ തീരുമാനമാണ് ഇതിലേക്കുള്ള ഫണ്ട് നിർത്തലാക്കുമെന്നത്. കാരണം എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിൽ ഈ ഒരു സംഘടനയിലെ കുറച്ചുപേർ പ്രവർത്തിച്ചു എന്നതാണ് എടുത്തു പറയുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് US ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ചന്ദ്രയാൻ 4 ടു ലോഞ്ച് ഇൻ 2027. ചന്ദ്രയാൻ 4 2027 വിക്ഷേപിക്കും. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് യൂണിയൻ സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏതു വർഷത്തിലാണ് ഇന്ത്യ ചന്ദ്രയാൻ 4 ദൗത്യം ആരംഭിക്കുന്നത്? 2027.
ചന്ദ്രയാൻ 3ക്ക് ശേഷം വരാൻ പോകുന്ന അടുത്തൊരു മിഷൻ ആണ് ചന്ദ്രയാൻ 4. 2027 ചന്ദ്രയാൻ 4 ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ചന്ദ്രയാൻ 2008, 2019 ചന്ദ്രയാൻ 2, പിന്നീട് 2023 ആണെങ്കിൽ ചന്ദ്രയാൻ 3 ആണെങ്കിൽ 2027 ചന്ദ്രയാൻ 4 എന്ന മിഷൻ. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ യൂണിയൻ സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗ് ആണ്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഫെബ്രുവരി 6 യൂണിയൻ സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചിട്ടുള്ളത് ചന്ദ്രയാൻ 4 മിഷൻ ഇത് 2027 ആയിരിക്കുമെന്ന്. ചന്ദ്രയാൻ 4 ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ചന്ദ്രനിലെ പാറകളുടെ സാമ്പിളുകൾ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ. പർപ്പസ് ഓഫ് അല്ലെങ്കിൽ ദ എയിം ഓഫ് ചന്ദ്രയാൻ 4 എന്ന് പറയുമ്പോൾ ചന്ദ്രനിലെ പാറകളുടെ സാമ്പിളുകൾ ഭൂമിയിലേക്ക് എത്തിക്കുക എന്നതാണ്. 2027 ചന്ദ്രയാൻ 4 ദൗത്യത്തിനായി 5 ഘടകങ്ങൾ എടുക്കുന്നതിന് എത്ര വിക്ഷേപണങ്ങൾ നടത്തും? LVM-3 റോക്കറ്റ് ഉപയോഗിച്ച് 2 വ്യത്യസ്ത വിക്ഷേപണങ്ങൾ. LVM-3 റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള 5 കമ്പോണൻസ് ആണ് ഓർബിറ്റിലേക്ക് എത്തിക്കുക, അതായത് ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക. അവിടെ വെച്ച് ഇതിന് ഡോക്കിംഗ് സിസ്റ്റം, അതായത് ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ 30 ISR നടത്തിയിട്ടുള്ള ഒരു വിക്ഷേപണമായിരുന്നു ഡോക്കിംഗ് സിസ്റ്റം, അതായത് 2 സാറ്റലൈറ്റ്സിനെ ഒരുമിച്ച് ചേർക്കുക. അതേ രീതിയിൽ ആയിരിക്കുള്ള 2027 2 ലോഞ്ച് വെഹിക്കിളിലൂടെ തന്നെ 5 കമ്പോണൻസിനെ എത്തിക്കുകയും ഈ ഒരു 5 കമ്പോണൻസ് ഒരുമിച്ച് ചേർന്നുകൊണ്ടായിരിക്കുള്ളൂ ചന്ദ്രനിലേക്കുള്ള യാത്ര, ചന്ദ്രനിലെ സാമ്പിൾ റോക്സ് എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ചന്ദ്രയാൻ 4 എന്നത് അവിടെ പോയി കഴിഞ്ഞ് തിരിച്ചത് ഭൂമിയിലേക്ക് വരും എന്ന രീതിയിലുള്ള ഒരു മിഷൻ ആണ് ചന്ദ്രയാൻ 4 എന്ന ആ ഒരു മിഷൻ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ് ഇല്ലീഗൽ ഇന്ത്യൻ ഇമിഗ്രൻസ് ഹാവ് ബീൻ ഡിപ്പോർട്ടഡ് ഫ്രം ദി US സിൻസ് 2009. 2009 മുതൽ നിയമവിരുദ്ധമായി കുടിയേറിയ ഇന്ത്യൻ കുടിയേറ്റക്കാരെ US നിന്ന് നാടുകടത്തി. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ മെയിൻ ഹെഡിംഗ് ആണ്, അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള ഇമിഗ്രൻസിനെ, കുടിയേറ്റക്കാരെ US നാടുകടത്തിയ ഒരു കാര്യം. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 6 വരെ 2009 മുതൽ എത്ര അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ US നിന്നും ഇന്ത്യയിലേക്ക് നാടുകടത്തി? ആകെ 15,756. അതായത് 2009 മുതൽ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഫെബ്രുവരി 6 വരെയുള്ള ആ കണക്ക് നോക്കുമ്പോൾ 15,756 ഇന്ത്യൻസിനെയാണ് US നിന്നും ഇന്ത്യയിലേക്ക് കടത്തിയിട്ടുള്ളത്. അതായത് അവിടെ ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായിട്ട് കടന്ന ഇന്ത്യക്കാരെയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടക്കി അയച്ചിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഈ കഴിഞ്ഞ ബുധനാഴ്ച 104 ഇല്ലീഗൽ ഇന്ത്യൻ ഇമിഗ്രൻസിനെയാണ് ഇല്ലീഗലായിട്ട്, അതായത് നിയമവിരുദ്ധമായിട്ട് US എത്തിയിട്ടുള്ള കുടിയേറ്റക്കാരാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ US ഇമിഗ്രൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഹരിയാന, പഞ്ചാബിലെ യുവാക്കളുടെ സ്വപ്നമാണ് US പോകുക, അവിടെ സ്ഥിരതാമസമാക്കുക. അതിനുവേണ്ടി ചെയ്യുന്ന ഒരു ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായിട്ട് എത്തുന്ന ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തെ പറയുന്നതാണ് ഡോങ്കി റൂട്ട് എന്ന് പറയുന്നു. ഡോങ്കി റൂട്ട് എന്ന് പറഞ്ഞാൽ പല രാഷ്ട്രങ്ങളിലൂടെ തന്നെ US ബോർഡറിൽ എത്തുകയും അവിടെ നിന്ന് US കടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് അവർ അവിടെ പിടിക്കപ്പെടുകയും പിന്നീട് ജയിലിലാക്കുകയും അതിനുശേഷം പിന്നെ നാട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇന്ന് ഏതാണ്ട് 50 ലക്ഷം മുതൽ 1.25 കോടി രൂപ വരെയാണ് ഏജൻസികൾ ഇത്തരത്തിലുള്ള ഇല്ലീഗലായിട്ട് US എത്തിക്കുന്നതിന് വാങ്ങുന്ന ചാർജ്. ഡോങ്കി റൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ട് ആണ്. പലരും അതിൽ കൊല്ലപ്പെടാറുണ്ട്, അവരുടെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ പോലും US എത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള എന്തും സഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കുറേ പേരാണ്, പ്രത്യേകിച്ചുള്ളത് ഹരിയാന, പഞ്ചാബിൽ നിന്നുള്ളവരാണ്. ഏറ്റവും കൂടുതൽ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ US നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തിയത് ഏത് വർഷമാണ്? 2019. 2042 അനധികൃത കുടിയേറ്റക്കാരെയാണ് US നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തിയിട്ടുള്ളത്. അത് 2009 മുതൽ പറയുമ്പോൾ 15,756 പേരെയാണ് നാടുകടത്തിയിട്ടുള്ളത്. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുള്ളത് 2019 242 പേരെയാണ്. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് US ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്. US ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അതായത് ഇല്ലീഗലായിട്ടുള്ള ആളുകളെ US നിന്ന് വീണ്ടും അവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. നമ്മളിന്ന് 20ഓളം കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.